നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ അധികരിച്ച് ആരാ എന്താന്ന് നോക്കാണ്ട് ഒച്ചത്തിലിങ്ങനെ വിളിച്ച് കൂവാനൊക്കെ തോന്നൂലേ? അതുപോലൊരു സന്തോഷമാണ് വിളിച്ച് കൂവുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇപ്പം എന്താന്നൊക്കെ ആലോചിച്ചാൽ അങ്ങനെ ഒന്നും ഞാൻ ആലോചിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇതാ നമ്മളെ കഴിഞ്ഞ ദിവസം റെസിപ്പി ഇട്ടില്ലേ, ആ ഒരു കേക്കുമായിട്ട് ഞാനിങ്ങനെ നടന്ന് പോവാണ്. പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നടു റോട്ടിൽ ടേബിൾ സെറ്റ് ചെയ്യാൻ പോവാ. ആദ്യമായിട്ടായിരിക്കില്ലേ നട റോഡിൽ ടേബിൾ സെറ്റൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ വീട്ടിലേക്കുള്ള റോഡ് ഉദ്ഘാടനമാണ് നടക്കുന്നത് കേട്ടോ. റിബൺ കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതൊരൊറ്റ ദിവസത്തെ പരിപാടി കേട്ടോ. ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവർ അന്ന് പറഞ്ഞു, പിറ്റേന്ന് ഉദ്ഘാടനം അങ്ങനെ. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നിന്നൊക്കെ ഓടിപ്പിടിച്ച് വന്നിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി റോഡിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് റിബൺ കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ അവിടെ തന്നെ സെറ്റ് ചെയ്തു. നമ്മളെ ഫോണും നമ്മളെ ട്രൈപോഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് മെയിൻ ഫോട്ടോഗ്രാഫർ, വേറെ ആര് വരാനാ? നമ്മളെ നാടല്ലേ അങ്ങനെ. അപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഒരൊറ്റൊരു ദിവസം കൊണ്ട് അന്ന് രാവിലെ പോയിട്ടാണ് പലരോടും പറഞ്ഞത്. അപ്പോൾ തന്നെ അവരെല്ലാവരും വന്നിട്ട് നല്ല സപ്പോർട്ടായിരുന്നു, നമ്മളെ കൂടെ നിന്നുണ്ട്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പുറത്ത് കിടന്നപ്പോഴാണ് ഓർമ്മ വന്നത്, എൻ്റെ ക്യാമറ അപ്പുറത്തിരിപ്പുണ്ടല്ലോ. അത് പറഞ്ഞ ഉടനെ എല്ലാവരും സഹകരിച്ച് നമ്മളെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാറിത്തന്നു. കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രായം കൂടിയ നമ്മൾ അച്ചാച്ചന്മാരൊക്കെയാണ് കേട്ടോ. അവരൊക്കെ അത് കട്ട് ചെയ്ത് പിന്നെ ഞാനൊരു ഏട്ടനോട് പറഞ്ഞു, ആ ക്യാമറ ഒന്ന് എടുത്തുകൊണ്ട് തരുമോ? എന്താക്കണത്? അത് റെഡിയല്ല, എന്നെ കാണുന്നുണ്ടോ? അല്ല ഇന്നല്ല, കാണുന്നുണ്ടോ? അതായത് ആൾക്കാരിങ്ങനെ നടക്കുമ്പം ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഫാമിലീൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെ ഷെയർ ചെയ്യും, ഇതൊക്കെ നിങ്ങളോട് വന്ന് പറയാമെന്നുള്ളൊരു മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടേ, എല്ലാ ഷോട്ടും എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. എനിക്ക് ഇവിടെയും ഒരു കുടുംബം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ വിവരങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അത് അവർക്ക് കാണാനുള്ളൊരു ഇഷ്ടത്തിന് ഇട്ടതാണ്. ആർക്കും യൂസ്ഫുൾ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അതാ കേക്കെല്ലാം കട്ട് ചെയ്തു. നമ്മളെ കുറുളിക്കു നീർ റോഡ്, ഈ ഒരു ബോർഡാണ് നമ്മൾ കേക്കിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് തൊട്ട് അങ്ങോട്ടേക്ക് പിന്നെ ഒരു ഘോഷയാത്രയാണ്. ഘോഷയാത്ര മീൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഉള്ളൊരു വഴി തന്നെയാണ്. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നന്നാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ മക്കൾ തന്നെയാണ് ചെണ്ടയൊക്കെ കൊട്ടുന്നത്. പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ട്. അവരെ സന്തോഷം മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ എല്ലാവരും ഓരോരുത്തരെ പെട്ടോണം തിമിർക്കുകയാണ്. ഈ ഇരിക്കുന്നതാണ് മഹാൻ. ആരുമല്ല, ഏട്ടൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മമ്മേൻ്റെ ആങ്ങളെയാണ്. ഇതാ അവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള വഴി മുമ്പേ ഉള്ളതാണ് കേട്ടോ. അത് ഈ പറഞ്ഞ ഏട്ടൻ്റെ അച്ഛനാണ് അത്രയും നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചത്. ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളത് കാരണം നടക്കാതെ പോയി. ഇതാണ് മോനെ വഴി. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് കണ്ടോ. ഇത് തൊട്ട് അവിടെ നിന്നിട്ട് ഇതാ ഈ ഒരു പറമ്പ് മുഴുവനും നമ്മളതാണ്. ആയിരിക്കുന്നതാണ് നമ്മുടെ സരസ്വതി നിലയം. അവിടേക്കാണ് വഴി വരുന്നത്. സ്നേഹമതിലാണ് കേട്ടോ പകുതി സൈഡിലൊക്കെ വെക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. മതിലിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുക. എല്ലാ വീടിൻ്റെയും ഫ്രണ്ട് ഒരുപോലെ നന്നാക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് കുറേ വീടുകൾക്ക് വഴിയുണ്ട്. ഇതൊക്കെ ആദ്യം കാണേണ്ട രീതിക്കായിരുന്നു. ഒരു കാൽനട യാത്രയ്ക്ക് പോലും മഴക്കാലത്ത് പറ്റൂല. കാരണം ഇതൊക്കെ താഴ്ന്നിട്ടാണ്. ഇപ്പോൾ ഈ ഹൈറ്റൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നന്നായി താണിട്ട് നമ്മളൊരാൾ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തല വരെ ആഴമുള്ളൊരു ഇടവഴികളായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉയർത്തി പിന്നെ നമ്മളിതാ ഒരു വീടിൻ്റെ മുറ്റത്ത് കാര്യപരിപാടിക്കൊക്കെ സെറ്റ് ചെയ്തു. ഈ പ്രസംഗം ഒന്ന് കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്തോ ഒരു ആദ്യത്തെ ഒരു റോഡാണോ ഇത് എന്നുള്ള തോന്നലൊക്കെ അവരോട് പറയാനുള്ള സംഗതി പറഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് വീടെടുത്ത് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് വേദനകൾ, ആ വേദനയുടെ പര്യവസാനമാണ് ഇന്ന് ഈ ആഘോഷത്തിലൂടെ നമ്മൾ ആ ഒരു വലിയൊരു വേദന അവസാനിപ്പിച്ചാണ്. ഓരോ വീട്ടുകാരോട് ചോദിച്ചാലും അങ്ങനെ ഇത് വാർഡ് മെമ്പറാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെയല്ലേ അറിയൂ, ഞാൻ പറയുന്നത് കേൾക്ക് കേട്ടോ. ഇത്ര നേരം അപ്പുറത്തിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവർ പറയുന്നുണ്ട് സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്നാമത് എൻ്റെ നാട്ടിൽ എൻ്റെ മാമിൻ്റെ അടുത്ത് നിന്നിട്ട് ഇത്രയും ആൾക്കാരെടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നത് നവാസ്കയാണ് വന്ന് ചോദിച്ചത്. അത് ഞാൻ ആദ്യം നന്ദി പറയാണ്. ഇങ്ങനത്തെ ഒരു അവസരം ഈ ഒത്തിരി മിനിറ്റ് എനിക്കത് ലൈഫിൽ എന്നും ഓർമ്മിക്കാനുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നാട്ടിൽ നമ്മൾ സാധാരണ മത്സരങ്ങളിലാണ് വിജയം ഉണ്ടാവുക അല്ലെങ്കിൽ തോൽവി ഉണ്ടാവുക. പക്ഷെ മത്സരിക്കാതെ ഒരു പറ്റ ആൾക്കാർ ഒരുമിച്ച് തോൽക്കാതെ മുന്നോട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ വിജയമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് നമുക്ക് സാധാരണ ഇന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിലുള്ള ഇല അപ്പുറത്ത് വീട് കഴിഞ്ഞാൽ അടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അബുമിനേൻ്റെതും പിന്നെ സുനീഷിൻ്റെ വീടിൻ്റെ ആ ഒരു ഗ്യാപ്പ്, ആ രണ്ട് വീട്ടുകാർക്കും വഴിയുണ്ട്. പക്ഷെ അവർ നമുക്ക് വഴി തന്നില്ല. എങ്കിൽ സ്ഥലം
അനുവദിച്ച് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ലക്ഷം കൊടുത്താൽ അതുവഴി വഴി വരില്ല. ഇത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വഴി കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥലം ഒരുപാട് ഉണ്ടായിട്ടല്ല, ഇല്ലാത്ത സ്ഥലം നമുക്ക് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. അതും എനിക്ക് നന്ദിപൂർവ്വം ഇപ്പോൾ പറയുന്നതിൻ്റെ തുടക്കത്തിൽ ആലോചിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ വഴി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഒരു 3-3.5 വർഷമായിട്ടുള്ളൂ ഞാനിവിടെ താമസാക്കിയിട്ട്. എൻ്റെ വീട്ടിൽ കാണത്തില്ല, പക്ഷെ പെട്ടെന്ന് പുറത്തു പോയി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എനിക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ആരെങ്കിലും ഒരു സഹായം, മഴക്കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് കാവലായിട്ട്, എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമായതുകൊണ്ട് കാവലായിട്ട് അമ്മ വരുന്ന സമയത്ത് അമ്മയാണ് ഏറ്റവും കൂടുതൽ. അതെൻ്റെ മനസ്സിന് ഉണ്ടാക്കിയ വിഷമം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വരുമ്പോഴും അമ്മ പുലർച്ച വരും, രാത്രി പോകും, ഡെയിലി വന്നു പോകുന്ന ഒരാളാണ്. ഇതുവഴിയുള്ള ഈ ഇടയ്ക്കാണ് വരിക. ആ സമയത്ത് മഴയാവുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ സാരി എടുത്തിട്ടാണ് പ്രത്യേകിച്ച് വരിക. അത് പിന്നെ പാമ്പ്, വെള്ളത്തിൽ കയറിയിട്ട് പാമ്പിനെ കണ്ടാലുള്ള അവസ്ഥ ആലോചിച്ചോട്ട് അങ്ങനെ ബുദ്ധിമുട്ടി എന്ന് വരുമ്പോഴും പറയും, നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ വഴിയൊന്നും ശരിയാക്കും. അമ്മയ്ക്ക് ഉറക്കില്ല. അങ്ങനെ കുടുങ്ങി കിടന്നൊരു അവസ്ഥയിൽ എനിക്ക് ഡിപ്രഷൻ സ്റ്റേജ് വരെ ഞാൻ പോയത് ഈ ഒരു വഴി തെളിയുന്നതിന്റെ മുമ്പിലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബേക്കറാണ്. എൻ്റെ കേക്കിന്റെ സെയിലിനെ നന്നായിട്ട് ഈ ഒരു വഴി ബാധിച്ചിരുന്നു. അവിടെ എനിക്ക് ജസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ട് ആൾക്കാർ വീട്ടിൽ വന്ന് കേക്ക് പിക്ക് ചെയ്തിട്ട് പോകും. ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഓർഡർ മിസ്സായത് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞ് ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. മഴക്കാലത്ത് പ്രത്യേകിച്ച് കേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കേക്ക് പിടിച്ചു പോകുന്ന ബുദ്ധിമുട്ട്, എത്ര ദൂരത്താണ് നടന്ന് കൊണ്ടുകൊടുക്കുക. ഇപ്പൊ അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനുശേഷം പുലർച്ചെ എണീറ്റ് കോസ്മിക് എനർജി ഉള്ള ഒരു ടൈമാണെന്നല്ലേ പറയാം. ആ പുലർച്ചെ എണീക്കുക, എന്നിട്ട് നമ്മൾ ധ്യാനത്തിൽ ഇങ്ങനെ കാണാം, വഴി നടന്നതുപോലെ സങ്കല്പിക്കുക. അത് വന്നു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ ഉപകാരപ്പെട്ടു അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തപ്പോൾ, അത് ഞാനൊരാൾ ചെയ്തപ്പോൾ പെട്ടെന്ന് വഴി മുളച്ചെന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ പലരും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനുള്ള ഉത്തരം. ഞാനിത് ചെയ്തപ്പോൾ ശരിക്കും ഒറ്റൊരു ദിവസം ഗിരീഷേട്ടനും നവാസ്കയും കൂടെ കൊലയിൽ വന്നിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് എന്തിനാ സംസാരിക്കുന്നത് നോക്കിയതാണ്. അപ്പൊ ഈ ഒരു വഴീന്റെ കാര്യമാണ് പറയുന്നത്. ഭയങ്കര എന്തോ ലട്ടുപൊട്ടിയ സന്തോഷം. പക്ഷെ അവിടുന്ന് അധിക ദിവസം ഒന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് പണി തുടങ്ങിയതിന് ശേഷം എവിടെയും ഒന്നും ലാഗായിട്ടില്ല. തുടങ്ങി അന്ന് എന്നെ വീടിന്റെ മുറ്റത്ത് കിറ്റാച്ചി. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കുറെ നേരം അത് രാത്രി പോലും പോയി നോക്കിയിരുന്നു. എന്റെ വീടിന്റെ മുറ്റത്ത് കിറ്റാച്ചി വന്നത്, ഇത്രയും മണ്ണുള്ള വണ്ടി വന്നത്, അതൊന്നും ശരിക്കും എനിക്കിപ്പോൾ കോരിത്തരിക്കുന്നുണ്ട് പറയുമ്പോൾ. അതൊക്കെ ബ്ലെസ്സിങ് ആയിട്ടാണ് വിചാരിക്കുന്നത്. കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വഴി ഇത്രത്തോളം, അതായത് ഒരുമിച്ച് ഒരേ സമയത്ത് ഒരു പ്രദേശത്തിന്റെ മൊത്തം മുഖച്ഛായ മാറുകയാണ്. എല്ലാ വീട്ടിലും പണി നടക്കുന്നുണ്ട്. ആ ഫ്രണ്ടേജ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും തിരുത്തരാ പണി നടക്കുന്നുണ്ട്. എല്ലാ വീടും അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വഴിക്ക് വേണ്ടി കുറെ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് മുറിക്കുമ്പോഴേക്ക് ഓരോ മരം മുറിക്കുമ്പോഴേ എന്റെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഞാൻ മാമന്റെ ഒക്കെ വഴിക്ക് വന്ന ഒരാളായിട്ടുണ്ടായിരിക്കും. മാമനൊക്കെ പുലർച്ചെ എണീറ്റ് ഓരോ മരവും നട്ട് അതിന്റെ ഇല കഴുകി അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ അന്ന് ആ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, കുഴപ്പമില്ല, 3 പ്ലാവ് പോയിട്ടുണ്ട്. അപ്പൊ അതിന് പകരം അതിനേക്കാൾ ഇറക്കി നമുക്ക് പറ്റാവുന്ന അത്രയും വൃക്ഷങ്ങൾ ഞങ്ങൾ നടും എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും നമുക്ക് നഷ്ടപ്പെട്ട ആ മരത്തിന്റെ ഒക്കെ ഇരട്ടി നമ്മൾ ഈ നാട്ടിൽ നമുക്ക് തന്നെ ഗുണമല്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ വെട്ടി മാറ്റിയത്. അപ്പൊ അതൊക്കെ കൈകൾ നട്ട് വീണ്ടും നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പുതുവഴി വെട്ടുന്നതിൽ നമ്മൾ കവിത പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു വഴി പ്രശ്നങ്ങളില്ലാതെ വരില്ല എന്നുള്ളത്. എപ്പോഴും ഒരു പുതുവഴി വെട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഉറപ്പാണെന്നാണ് പറയാം. പക്ഷേ ഇവിടെ ഞാൻ ആ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ അറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആരും ഒരു തമ്മിലടിയോ പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ വഴി പുതിയ വെളിച്ചമായിട്ട് എല്ലാവരുടെ ജീവിതത്തിലും പ്രകാശിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിക്കും നമ്മളെ മനസ്സെന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് തന്നെയാണ്. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് വെറുതെ വിചാരിച്ചാൽ പോലെ ബേണിംഗ് ഡിസയർ ആയിരിക്കണം. ശക്തമായിട്ടൊരു കാര്യത്തിന് നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിക്കുന്ന പോലെയൊക്കെ ശക്തിയിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ നിരന്തരം നമ്മളതിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് നടക്കും. ഈ ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞതുപോലെ പ്രകൃതി നമ്മളെ കൂടെ നിൽക്കും കേട്ടോ. അതൊക്കെ അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് വാക്കുകളിലൂടെ ഒന്നും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇത് അനുഭവിച്ച ഒരുപാട് പേരുണ്ടാവുമായിരിക്കും, ഇത് കേൾക്കുന്നുണ്ടാവും. അതല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയൊക്കെ, അതൊക്കെ ആ ഒരു സമയത്ത് കത്തിക്കുക. അതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ എടുക്കണ്ട. അതിലൊക്കെ ഒരു ലോജിക്ക് ഉണ്ട്, അതിലൊക്കെ ഒരു സയൻസ് ഉണ്ട്. നമ്മൾ വിശ്വാസം എന്ന് പറയുന്നതേ അന്ധമാണ് ശരിക്കും. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് വളരെ പെട്ടെന്ന് മിറാക്കിളാണ് നടക്കുന്നത് പിന്നീട് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കലാപരിപാടികളും അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അവസാനം രാത്രിയിൽ നമ്മൾ ആകാശത്ത് പോയിട്ട് പൊട്ടുന്ന ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഈ ഒരു ആഘോഷ പരിപാടി ഇവിടെ അവസാനിക്കുന്നത്. പക്ഷെ നമ്മളെ ആഘോഷങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. ജീവിതം മാറി മറിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഇനി എനിക്ക് മനസ്സിൽ കുറേ പ്ലാൻ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് ഈ വഴി വന്നപ്പോൾ. അതൊക്കെ വഴിയെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരട്ടെ. അപ്പോൾ അത് ആ ഒരു സ്റ്റെപ്പിലേക്കാണ് ഇനി ഞാൻ ചിന്തിക്കുന്നത്.
എൻ്റെ മനസ്സിലെ കാന്തമായിട്ട് ഞാൻ ഈ അടുത്തത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതാണ്. അതും അറിയാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.